Hi students, welcome to today's class. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് പി ബ്ലോക്കിലെ ഗ്രൂപ്പ് 18 എലമെന്റ്സിനെ പറ്റിയാണ്. ഗ്രൂപ്പ് 18 എലമെന്റ്സ് നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 18. ആരൊക്കെയാണ് ഗ്രൂപ്പ് 18-നകത്തുള്ളത്? ഹീലിയം. എന്താണ് ആറ്റോമിക് നമ്പർ? 2. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. നിയോൺ 10 ആണ് ആറ്റോമിക് നമ്പർ. ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ. The group 18 elements are called noble gas. എന്താ നോബിൾ എന്നർത്ഥം? ജെന്റിൽ ആയിട്ടുള്ള ബിഹേവ് ചെയ്യുന്നത്, അതാണ് നോബിൾ ഗ്യാസ് ആണ് ഗ്രൂപ്പ് 18 എലമെന്റ്സ്. ഇതിനെ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയും. ഇനേർട്ട് ഗ്യാസ് എന്താ? ഇനേർട്ട് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഗ്യാസ്. ദിസ് ഇസ് ബിക്കോസ് ദേ റെയർലി കമ്പൈൻ വിത്ത് അതർ എലമെന്റ്സ് and are found only as uncombined elements in nature. ഈ ഗ്രൂപ്പിലെ എലമെന്റ്സ് വളരെ റെയർ ആയിട്ട് മാത്രമേ മറ്റുള്ള എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. ദ റിയാക്ടിവിറ്റി ഇസ് വെരി ലോ. വളരെ കുറവാണ് ഇതിന്റെ റിയാക്ടിവിറ്റി. ആരൊക്കെയാണ് ഗ്രൂപ്പ് 18 മെമ്പേഴ്സ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ. ഹീലിയത്തിന്റെ സിംബൽ He. ആറ്റോമിക് നമ്പർ 2. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2. ഓർത്തിരിക്കുക, ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. രണ്ടാമത്തെ എലമെന്റ് ആണ് നിയോൺ. നിയോണിന്റെ സിംബൽ ആണ് Ne. ആറ്റോമിക് നമ്പർ 10. അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ 1s2, 2s2, 2p6. ഇവിടെ ബാഹ്യഷെല്ലിലെ ഇലക്ട്രോൺ ഒന്ന് ശ്രദ്ധിച്ചേ. 2s2, 2p6 ആണ്. 2s2, 2p6. പിന്നെ ബാഹ്യഷെല്ലിലെ ഇലക്ട്രോൺ 8 ഇലക്ട്രോൺ ഉണ്ട്. 8. ഹീലിയത്തിൽ 2 ഉള്ളൂ. ഇനി അടുത്ത എലമെന്റ് ആയ ആർഗൺ. ആർഗൺ 18 ആണ്. ആർഗണിന്റെ ബാഹ്യശല്യം നമ്മൾ നോക്കുവാണെങ്കിൽ 3s2, 3p6 ആണ് ഇവിടെ കാണുന്നത്. 3s2, 3p6. അന്നേരം നമ്മൾ ഒബ്സർവ് ചെയ്യാണ്, ഇതിന്റെ ബാഹ്യശല്യത്തിനകത്ത് 8 ഇലക്ട്രോൺസ് ഉണ്ട്. ബാഹ്യശല്ലിൽ 8 ഇലക്ട്രോൺസ്. ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ബാഹ്യശല്യത്തിനകത്ത് 8 ഇലക്ട്രോൺ ആണ് ഒബ്സർവ് ചെയ്യുന്നത്. ഹീലിയം മാത്രമേ 1s2 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിൽക്കുന്നുള്ളൂ. എന്നാലും ഹീലിയത്തിന്റെ സ്റ്റെബിലിറ്റി കാരണമാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ. പഠിച്ചല്ലോ. ഇത്രയും 6 ഇലമെന്റ്സ് കൂടിയതാണ് ഗ്രൂപ്പ് 18 ഇലമെന്റ്സ്. ഗ്രൂപ്പ് 18 ഇലമെന്റ്സ്. ഗ്രൂപ്പ് 18 ഇലമെന്റ്സ് ആരൊക്കെയായിരുന്നു? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ ആൻഡ് റഡോൺ. റഡോണിന്റെ സിമ്പിൾ നിങ്ങൾ ഓർത്തോണം, RN എന്നാണ് റഡോണിന്റെ സിമ്പിള്. All these are group 18 elements. They are also called noble gases. Their electronic configuration നമ്മളിപ്പം കണ്ടതേ ഉള്ളൂ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരുന്നു? NS2, NP6. എക്സെപ്റ്റ് ഹീലിയം. ഹീലിയത്തിന്റെ എത്രയായിരുന്നു? 1s2. They are called a noble gas because they show very low chemical reactivity. എന്തുകൊണ്ടാണ് ഇവരെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ജെന്റിൽ ഗ്യാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് പലതരത്തിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് കാരണം? ബിക്കോസ് ദേ ഷോ വെരി ലോ കെമിക്കൽ റിയാക്ടിവിറ്റി. നമുക്ക് ഈ ഗ്രൂപ്പ് 18 എലിമെന്റ്സിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഒന്ന് കാണാം. ഹീലിയത്തിന്റെ ബാഹ്യശെല്ലിനകത്ത് 2 ഇലക്ട്രോൺ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹീലിയം അതുകൊണ്ടാണ് 2 ഡോട്ട് കാണിച്ചിരിക്കുന്നത്. ക്രിപ്റ്റന്റെ ചുറ്റും 8 ഇലക്ട്രോൺ ആണ് കാണുന്നത്. 8 ഡോട്ട്. അതായത് ഡോട്ട് എന്തിനാണ് കാണിക്കുന്നത്? ബാഹ്യശെല്ലി ഇലക്ട്രോണെയാണ് കാണിക്കുന്നത്. അന്നേരം 8 ഇലക്ട്രോൺ ഉണ്ട് ക്രിപ്റ്റന്റെ. നിയോണിനും അതുപോലെ തന്നെ 8 ഇലക്ട്രോൺ ബാഹ്യശെല്ലിലുണ്ട്. സിനോൺ, ആർഗൺ, റഡോൺ. ഓർത്തിരിക്കുക, ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഓഫ് നോബിൾ ഗ്യാസ്. നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. Why are the elements of group 18 known as noble gases? ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ. The elements present in group 18 have their valence shell orbital
കംപ്ലീറ്റ്ലി ഫിൽഡ്. ബാഹ്യ ഷെല്ലില് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഇലക്ട്രോൺ വാങ്ങിക്കുകയും വേണ്ട, കൊടുക്കുകയും വേണ്ട. അവർക്ക് 8 ഇലക്ട്രോൺ ഉണ്ട്, 8 ഇലക്ട്രോൺ ഒക്ടറ്റ് സ്റ്റെബിലിറ്റി ഉണ്ട്. Therefore, they react with a few elements only under certain condition. അത് ചില കണ്ടീഷൻസിലേക്ക് മാത്രമേ ഇതിന് റിയാക്ഷൻ നടക്കത്തുള്ളൂ. വളരെ റെയർ ആയിട്ട് മാത്രമേ അത് റിയാക്ഷൻ നടത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. നോബിൾ ഗ്യാസസ്. അന്നേരം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസ് എന്ന് 18 ഗ്രൂപ്പ് എലമെന്റ്സിനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ ഗ്രൂപ്പ് 18 ഹാവ് their valence shell orbital completely filled. Okay. ഇനി 18 ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഒക്കറൻസ് ഒന്ന് നമുക്ക് പരിശോധിച്ചാൽ, all the noble gases except radon occur in the atmosphere. റഡോൺ ഒഴിച്ച് ബാക്കി എല്ലാം അറ്റ്മോസ്ഫിയറിലുണ്ട്. Their atmospheric abundance in dry air is approximately 1% by volume. Helium and sometimes neon are found in minerals of radioactive origin. Helium, neon ഒക്കെ മിനറൽസിലുണ്ട്. The main commercial use source of helium is natural gas. Natural ഗ്യാസിനകത്ത് ഹീലിയം അടങ്ങിയിട്ടുണ്ട്. Xenon and radon are the rarest element of the group. സിനോണും റഡോണുമാണ് ഏറ്റവും റെയർ ആയിട്ടുള്ളത്. Radon is obtained as a decay product of radium. ഓർക്കുക, ഡീകേ പ്രോസസ് ഓഫ് റേഡിയത്തിൽ നിന്നാണ് റഡോൺ കിട്ടുന്നത്. അന്നേരം അതിന്റെ സിമ്പിള് ഓർത്തിരിക്കുക, RAയും RNഉം. ഇനി ഈ ഗ്രൂപ്പ് 18 എലമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, പണ്ടത്തെ കാലത്ത് ഈ ഗ്രൂപ്പിന് ഗ്രൂപ്പ് 8 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് 18 ഗ്രൂപ്പ് എന്നാണ്. ഈ ഗ്രൂപ്പിലെ എലമെന്റ്സ് എല്ലാം unreactive ആണ്. They all are good conductors, melt at high temperatures, are liquid at room temperature and react vigorously with the water. Unreactive ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അൺറിയാക്റ്റീവ്, ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ലിക്വിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിനകത്ത് അത് ദ്രാവകാവസ്ഥയിലായിരിക്കും. ഇതിന്റെ സൈസ് ഒക്കെ ഒന്ന് നമുക്ക് എങ്ങനെയാണ് അതിന്റെ സൈസ് നോക്കാം. ആറ്റോമിക് റേഡിയസ്. ഇവിടെ നിങ്ങൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ഇതിന്റെ സിമ്പിൾ കാണുന്നുണ്ട് അല്ലെ. ഏറ്റവും വലിയ സൈസ് ഉള്ളത് സിനോണിനാണ്. അത് കഴിഞ്ഞ് ക്രിപ്റ്റോൺ. സിനോണിന്റെ ആറ്റോമിക് റേഡിയസ് ഇവിടെ 220 ആണ്. ക്രിപ്റ്റൺ 200, ആർഗൺ 190, നിയോൺ 160, ഹീലിയം 120. അന്നേരം നിങ്ങൾ പറയുകയാണ്, ഹീലിയത്തിൽ നിന്ന് ഗ്രൂപ്പിൽ ഹീലിയം തൊട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ സൈസ് കൂടി വരുന്നു അല്ലെ. സൈസ് കൂടി വരുന്നു. ദ വാൻ ഡെർ വാൾസ് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് ന്യൂ ഇലക്ട്രോണിക് ഷെൽ. എന്താ കാരണം? ഓരോ സൈസ് കൂടുന്തോറും ഇവിടെ കൂടാൻ കാരണം ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് ന്യൂ ഇലക്ട്രോണിക് ഷെൽ ആൻഡ് ഇൻക്രീസ് ഇൻ സ്ക്രീനിങ് എഫക്ട്. ഓർത്തിരിക്കുക, ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബാഹ്യശല്യ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ NS2 NP6. ഹീലിയത്തിന്റെ എത്രയാണ്? ഹീലിയത്തിന്റെ 1s2. ഓർത്തിരിക്കാമല്ലോ, ഹീലിയം 1s2 ആണ്. ഹീലിയം കഴിഞ്ഞുള്ള ഇലമെന്റ്സിന്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP6 ആണ്. നമുക്കിവിടെ അയണൈസേഷൻ എനർജി ഒന്ന് പരിശോധിക്കാം. എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി. ഇവിടെ നമ്മൾ കാണുകയാണ്, ഹീലിയം 2372, നിയോൺ 2080, ആർഗൺ 1520, ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ. റഡോണിന്റെ 1037 ആണ്. അന്നേരം നിങ്ങൾക്ക് ഈ വാല്യൂസ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിലത്തെ ഇലമെന്റ് ആയ ഹീലിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഏറ്റവും കൂടുതൽ. അയണൈസേഷൻ എൻതാൽപ്പി ഹീലിയത്തിനാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് റഡോണിനാണ്. ഏറ്റവും കുറവ് റഡോൺ, RN എന്നുള്ള സിമ്പിൾ ആണ് അവിടെ. റഡോണിനാണ് ഏറ്റവും കുറവ്. അന്നേരം നമുക്കിവിടെ പറയാൻ സാധിക്കും,
ഹീലിയം തൊട്ട് റെഡോൺ വരെ പോകുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. പിന്നെ പീരിയോഡിക് ടേബിളിനകത്ത് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നതും ഈ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 18 എലിമെന്റ്സ് ആണ്. എന്തായിരിക്കും കാരണം? ഡ്യൂ ടു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്? ബാഹ്യ ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായ എനർജിനെയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അന്നേരം ഇവര് നല്ല ഒക്ടറ്റ് കംപ്ലീറ്റ് 8 ഇലക്ട്രോണുമായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ്. അന്നേരം അതിനെ മാറ്റാൻ അത് സമ്മതിക്കത്തില്ല. അങ്ങനെ സമ്മതിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് ഹൈ എനർജി കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ അങ്ങനെ അയണൈസേഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഡ്യൂ ടു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ ഗ്രൂപ്പ് 18 എലിമെന്റ്സിന് വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഡ്യൂ ടു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇറ്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് വിത്ത് ഇൻക്രീസ് ഇൻ ആറ്റോമിക് സൈസ്. ആറ്റോമിക് സൈസ് കൂടും തോറും നമ്മുടെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു. നിങ്ങൾ ഈ ഗ്രാഫ് നമ്മൾ ഇപ്പം കണ്ട ഈ വാല്യൂസിന്റെ ഗ്രാഫാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഗ്രാഫില് ഹീലിയം ഏറ്റവും കൂടുതൽ, നിയോൺ അത് കഴിഞ്ഞ് അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. അവസാനം റെഡോണിനാണ് ഏറ്റവും അയണൈസേഷൻ എൻതാൽപ്പി കുറവ്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ പഠിച്ചു അയണൈസേഷൻ എനർജി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് വിത്ത് ഇൻക്രീസ് ഇൻ ആറ്റോമിക് സൈസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ പീരിയോഡിക് ടേബിളിനകത്ത് ഗ്രൂപ്പ് 17 വരെ പഠിച്ചതിനകത്ത് എല്ലാത്തിന്റെയും ഇലക്ട്രോണിക് ഗെയിൻ എൻതാൽപ്പി മൈനസ് ആയിരുന്നു, അതിന്റെ സൈൻ മൈനസ് ആയിരുന്നു. എന്നാൽ നമ്മുടെ ഗ്രൂപ്പ് 18 എലിമെന്റ്സ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പറയുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. എന്താണ് കാരണം? നമുക്കൊന്ന് പഠിക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി since noble gases have stable electronic configuration. എത്ര ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഭാഗ്യഷെല്ലിലെ NS2 NP6 8 ഇലക്ട്രോൺ ഭാഗ്യഷെല്ലിനകത്തുണ്ട്. അതുകൊണ്ട് they have no tendency to accept the electron. സ്വീകരിക്കണ്ട, കാരണം 8 ഇലക്ട്രോൺ അവിടെ ഉണ്ട്. And therefore have large positive values of electron gain enthalpy. നിങ്ങളോട് ചിലപ്പം ചോദിക്കാം, എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസ് എലിമെന്റ്സിന് വെരി ലാർജ് പോസിറ്റീവ് വാല്യൂസ് ഉള്ളത്? അന്നേരം നിങ്ങൾ പറയണം they have no tendency to accept the electron and therefore have large positive values of electron gain enthalpy. Okay, ഇപ്പോൾ നമ്മൾ 18ാം ഗ്രൂപ്പിലെ എലിമെന്റ്സിനെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 18ാം ഗ്രൂപ്പിലെ എലിമെന്റ്സ് എല്ലാം മോണോ ആറ്റോമിക് ആണ്. ഹീലിയം, നിയോൺ, ആർഗൺ ഇതെല്ലാം ഒറ്റ ആറ്റമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ 17ാം ഗ്രൂപ്പിലും അതിന് മുമ്പുള്ള ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ പഠിച്ചായിരുന്നു. ആറ്റംസ് ചിലതൊക്കെ എല്ലാം കൂടി ചേർന്ന് O2, Cl2 അങ്ങനെയുള്ള ഡയാറ്റോമിക് ആയിട്ട് നിൽക്കുന്ന കാര്യം നിങ്ങൾ പഠിച്ചായിരുന്നു. എന്നാൽ ഓൾ ദി നോബിൾ ഗ്യാസസ് ആർ മോണോ ആറ്റോമിക് ആണ്, ഓർത്തിരിക്കുക. ദേ ആർ കളർലെസ്, ഓഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്. They are sparingly soluble in water. They have very low melting and boiling points because only type of interatomic interaction in these elements is weak dispersion forces. ഇവിടുത്തെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നോബിൾ ഗ്യാസിന്റെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ കുറവാണ് ബാക്കിയുള്ള എലിമെന്റ്സിനെ അപേക്ഷിച്ച്. കാരണം ഇത് മോണോ ആറ്റോമിക്കാ. അന്നേരം തൊട്ടടുത്തുള്ള ആറ്റവുമായിട്ടുള്ള ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് വാണ്ടർവാൾ ഫോഴ്സേ ഉള്ളൂ. അതിനെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും കുഞ്ഞായിട്ടുള്ള എലിമെന്റ് ആണ് ഹീലിയം, അല്ലെ? ഹീലിയം 1s2. ഹീലിയം ഇവിടെ പറയാണ് ഹീലിയം ഹാസ് ദ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എനി നോൺ സബ്സ്റ്റൻസ്. It has an unusual property of diffusing through most commonly used laboratory materials such as rubber, glass or plastic. അന്നേരം നമ്മൾ മനസ്സിലാക്കുകയാണ് ഹീലിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ബോയിലിംഗ് സബ്സ്റ്റൻസ് ആണ്. ഈ നോൺ സബ്സ്റ്റൻസിൽ ഇപ്പം നമുക്ക് അറിവുള്ള സബ്സ്റ്റൻസിൽ ഏറ്റവും
ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് 4.2 കെൽവിനാണ്. 4.2 കെൽവിൻ. അങ്ങനെയുള്ള ഇലമെന്റ് ആണ് ഹീലിയം. ഓർത്തിരിക്കുക, ഹീലിയം ഹാസ് ദ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് 4.2 കെൽവിൻ ഓഫ് എനി നോൺ സബ്സ്റ്റൻസ്. ഇത് മറക്കരുത്, ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വന്ന് പറഞ്ഞല്ലേ. ഇവിടെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്താൽ ഇത് ഒരു മെൽറ്റിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും ടേബിൾ ആണ്. ഹീലിയത്തിന്റെ -272 ആണ് മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് -259. അന്നേരം മൈനസ് ആണ് അവിടുത്തെ മൈനസ് ടെമ്പറേച്ചർ ആണ് വന്നിരിക്കുന്നത്. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഹീലിയത്തിന്റെ അല്ലെങ്കിൽ നോബിൾ ഗ്യാസിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കുറവാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഹീലിയം തൊട്ട് റെഡോൺ വരെ പോകുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടി വരുന്നു, അതുപോലെ മെൽറ്റിംഗ് പോയിന്റും കൂടി വരുന്നു. ഈ ഗ്രാഫും ഇതാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ കാണുന്ന ഗ്രാഫ് ഗ്രൂപ്പ് 18 എലിമെന്റ്സിന്റെ ബോയിലിംഗ് പോയിന്റുമായിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉള്ള ഹീലിയമാണ്, ഏറ്റവും കൂടുതൽ റെഡോൺ ആണ് കാണിച്ചിരിക്കുന്നത്. The melting and boiling point of noble gases are very low in comparison to those of other substances. This indicates that only weak van der Waals forces or weak London dispersion forces are present between the atoms of the noble gas. നേരം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് നോബിൾ ഗ്യാസിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണെന്ന്. നേരം നമുക്കവിടെ പറയണം only weak van der Waals forces or weak London dispersion forces are present between the atoms. The നോബിൾ ഗ്യാസ് എലിമെന്റ്സ് ഒറ്റ ആറ്റമായിട്ട് നിൽക്കുന്നത് മോണോ ആറ്റംസ് ആണ്. ഈ മോണോ ആറ്റോമിക് ആകുമ്പോൾ അവർ തമ്മിൽ അടുത്തുള്ള ആറ്റവുമായിട്ടുള്ള അടുത്ത് നിൽക്കുന്ന ഒരു വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ആ വീക്ക് ഫോഴ്സ് ആണ് വാൻ ഡെർ വാൾ ഫോഴ്സ്. ആ വാൻ ഡെർ വാൾ ഫോഴ്സ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ ലോ മെൽറ്റിംഗ് പോയിന്റും ലോ ബോയിലിംഗ് പോയിന്റും ആകാൻ കാരണം. ഓർത്തിരിക്കുക, ചെറിയൊരു ടെമ്പറേച്ചറൊക്കെ കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ബോയിൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. ഏറ്റവും കുറവ് ഇപ്പം നമ്മൾ കണ്ടത് ഹീലിയം. ഓർത്തിരിക്കുക, ഹീലിയത്തിനാണ് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. ഇത്രയും നേരം നമ്മൾ കണ്ട കാര്യങ്ങൾ, അതായത് ആറ്റോമിക്കും ഫിസിക്കലും പ്രോപ്പർട്ടി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയൊക്കെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഗ്രൂപ്പ് 18 കൺസിസ്റ്റ് ഓഫ് 6 എലിമെന്റ്സ്. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ ആൻഡ് റെഡോൺ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബാഹ്യഷെല്ലിലെ NS2 NP6 ജനറൽ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. They have very high ionization enthalpy due to stable configuration. All these are gases and chemically unreactive. എല്ലാവരും ഗ്യാസ് ആട്ടോ സ്റ്റേറ്റ്. They form very few compounds. എന്താ കാരണം? ബിക്കോസ് ഓഫ് ദേ ആർ ടേംഡ് ആസ്, അതുകൊണ്ടാണ് അവര് നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഓൾ ദി നോബിൾ ഗ്യാസസ് എക്സെപ്റ്റ് റെഡോൺ ഒക്കർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. റെഡോൺ ഒഴിച്ച് ബാക്കി എല്ലാവരും അറ്റ്മോസ്ഫിയറിലുണ്ട്. ഹീലിയം ആൻഡ് സംടൈംസ് നിയോൺ ആർ ഫൗണ്ട് ഇൻ മിനറൽസ് ഓഫ് റേഡിയോ ആക്റ്റീവ് മിനറൽസിനകത്ത് ഹീലിയവും നിയോണും ചിലപ്പോൾ കാണാറുണ്ട്. പിച്ച് ബ്ലെൻഡ്, മോണസൈറ്റ് അങ്ങനെയുള്ള മിനറൽസിലാണ് ഹീലിയവും നിയോണും ഒക്കെ കാണുന്നത്. സിനോൺ ആൻഡ് റെഡോൺ ആർ ദ റെയറസ്റ്റ് എലിമെന്റ് ഓഫ് ദ ഗ്രൂപ്പ്. സിനോണും റെഡോണുമാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും റെയർ ആയിട്ട് കാണപ്പെടുന്ന എലിമെന്റ്സ്. ദേ ഹാവ് വെരി ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. കാരണം പ്രത്യേകം ഓർത്തിരിക്കുക, ബിക്കോസ് ദ ഇന്റർ ആറ്റോമിക് ഇന്ററാക്ഷൻ ഇസ് വെരി വീക്ക്. ഹീലിയം ഹാസ് ദ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. എത്രയാണ് നമ്മൾ പറഞ്ഞത്? 4.2 കെൽവിൻ. ഹീലിയമാണ് ഏറ്റവും ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. ഈ ഹീലിയത്തിന് ഒരു അൺയൂഷ്വൽ പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഡിഫ്യൂസിംഗ് ത്രൂ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ലബോറട്ടറി മെറ്റീരിയൽസ് സച്ച് ആസ് റബ്ബർ, ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. ഹീലിയത്തിന്റെ അൺയൂഷ്വൽ പ്രോപ്പർട്ടിയാണ്. ഇനി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നോബിൾ ഗ്യാസസ് ആർ ലീസ്റ്റ് റിയാക്റ്റീവ്. Their inertness to chemical reactivity is attributed to the following reason. പല കാരണങ്ങളുകൊണ്ടാണ് പറയുന്നതിന്റെ കെമിക്കൽ ഇനാക്ടിവിറ്റി.
The noble gases except helium have completely filled the ns2 np6 electronic configuration in their valence shell. 8 ഇലക്ട്രോൺ ബാഹ്യ ഷെല്ലിനകത്തുള്ളത്. They have high ionization enthalpy and more positive electron gain enthalpy. ഓർത്തിരിക്കുക, ഏറ്റവും പീരിയോഡിക് ടേബിളിനകത്ത് ഏറ്റവും കൂടുതൽ അയനൈസേഷൻ എൻതാൽപ്പി ഉള്ളത് നമ്മുടെ നോബിൾ ഗ്യാസസിനാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ വാല്യൂ പോസിറ്റീവ്, ലാർജ് പോസിറ്റീവ് വാല്യൂസ് ആണ്. എന്താണ് ലാർജ് പോസിറ്റീവ് വാല്യൂസിന് കാരണം നമ്മൾ പഠിച്ചു. നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. എന്തുകൊണ്ടാണ്? they do not have any tendency to accept an additional electron. പുതിയതായിട്ട് ഇലക്ട്രോൺ വാങ്ങിക്കാൻ അതിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലാർജ് പോസിറ്റീവ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അയനൈസേഷൻ എൻതാൽപ്പിയുടെ ഏറ്റവും കുറവ് സിനോണിനാണ്, ബിക്കോസ് ഓഫ് ലാർജ് സൈസ് ഓഫ് സിനോൺ. Xenon react with the only oxygen and fluorine atom because these two elements are of very high polarizing capacity. സിനോണിന്റെ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് കോമ്പൗണ്ട്സേ ഉള്ളൂ. ഒന്നുകിൽ സിനോൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഫ്ലൂറിനുമായിട്ട്. വേറെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. The fact that the first ionization energy of xenon is comparable with that of molecular oxygen, അതായത് ഇതിന്റെ അയനൈസേഷൻ എനർജി മോളിക്കുലർ ഓക്സിജനുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സിനോണിനെ പറയുകയാണ്, സിനോണിന് 2 കോമ്പൗണ്ട്സേ ഉണ്ടായിട്ടുള്ളൂ, ഓക്സിജനും ഫ്ലൂറിനുമായിട്ടാണ് സിനോണിന്റെ കോമ്പൗണ്ട്. ബാക്കിയുള്ള എലിമെന്റ്സിനൊക്കെ വളരെ റെയർ ആയിട്ടേ ഉള്ളൂ ഇതിന്റെ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഈ നോബിൾ ഗ്യാസസിന്റെ കോമ്പൗണ്ട്സിനെ പറ്റി പല രീതിയിൽ പഠനം നടന്നിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഈ നോബിൾ ഗ്യാസിന്റെ ഒരു കോമ്പൗണ്ട് നിർമ്മിച്ചത് നെയിൽ ബാർട്ട്ലെറ്റ് ആണ്. നെയിൽ ബാർട്ട്ലെറ്റ്, ആ കോമ്പൗണ്ട് സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ് ആണ്. സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ്. ഓർത്തിരിക്കുക സിമ്പിള്, അതിന്റെ സ്ട്രക്ചർ XePtF6, സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ്. ഇത് കണ്ടുപിടിച്ചത് നെയിൽ ബാർട്ട്ലെറ്റ് ആണ്. അദ്ദേഹം ഒരു കെമിസ്റ്റ് ആയിരുന്നു, who became famous for creating the first noble gas compound in 1962. 1962 നെയിൽ ബാർട്ട്ലെറ്റ് ഈ സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ് കണ്ടുപിടിച്ചത്. ഓർത്തിരിക്കുക, he taught chemistry at the University of British Columbia and the University of California. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചാണ് സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ്. ദ ഓറഞ്ച് യെല്ലോ സോളിഡ്, ആണ് ദ വേൾഡ്സ് ഫസ്റ്റ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്. അന്നേരം നമ്മൾ അറിഞ്ഞിരിക്കണം, ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് നോബിൾ ഗ്യാസ് കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ് ആണ്. സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ്. ഈ കോമ്പൗണ്ടിനകത്ത് ആരൊക്കെയുണ്ട്? സിനോൺ ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്, 6 ഫ്ലൂറിനുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഫോർമുല വന്നിരിക്കുന്നത് XePtF6. ഓക്കെ, സിനോൺ ഹെക്സാ ഫ്ലൂറോ പ്ലാറ്റിനേറ്റ് ആണ് ലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ച നോബിൾ ഗ്യാസ് കോമ്പൗണ്ട്. ഇതാരാണ് കണ്ടുപിടിച്ചത്? നീൽ ബാർട്ട്ലെറ്റ്. ഇനി വേറെ കോമ്പൗണ്ട്സ്, അതായത് ഗ്രൂപ്പ് 18 എലിമെന്റ്സിനകത്ത് പല എലിമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ സിനോണിന്റെ മാത്രം നമ്മൾ കണ്ടത്. കോമ്പൗണ്ട്സ് ഓഫ് ഇനേർട്ട് ഗ്യാസസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ദ കോമ്പൗണ്ട്സ് ഓഫ് ക്രിപ്റ്റോൺ ആർ ഫ്യൂവർ. ക്രിപ്റ്റോണിന്റെ കോമ്പൗണ്ട്സ് വളരെ കുറവാണ്. ഓൺലി ദ ഡൈഫ്ലൂറൈഡ് KrF2 ഹാസ് ബീൻ സ്റ്റഡീഡ്. KrF2നെ പറ്റി മാത്രമേ അങ്ങനെയുള്ളൊരു കോമ്പൗണ്ട് കണ്ടിട്ടുള്ളൂ. അതുപോലെ കോമ്പൗണ്ട്സ് ഓഫ് റെഡോൺ ഹാവ് നോട്ട് ബീൻ ഐസൊലേറ്റഡ് ബട്ട് ഓൺലി ഐഡന്റിഫൈഡ്. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഐസൊലേറ്റ് ചെയ്തിട്ടില്ലത്. അതിന്റെ ഫോർമുല RnF2, റെഡോൺ ഡൈഫ്ലൂറൈഡ്. ബൈ റേഡിയോ ട്രേസർ ടെക്നിക്കോടെ കേട്ടോ, റേഡിയോ ട്രേസർ ടെക്നിക്കിലാണ്. നോ ട്രൂ കോമ്പൗണ്ട് ഓഫ് ആർഗൺ, നിയോൺ ഓർ ഹീലിയം ആർ എറ്റ് നോൺ. ഇതിന് കോമ്പൗണ്ട്സ് ഒക്കെ വളരെ കുറവാണ് ഇനേർട്ട് ഗ്യാസസിനകത്ത്. ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന കോമ്പൗണ്ട് കുറച്ച് ചുരുക്കം ചില കോമ്പൗണ്ട്സ് ഉണ്ട്. അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ സ്ട്രക്ചറുമാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അന്നേരം നിങ്ങൾ ഇത് ശ്രദ്ധയോടുകൂടി പഠിക്കണം, കാരണം വളരെ കുറച്ച് കോമ്പൗണ്ട്സേ ഉള്ളൂ നോബിൾ ഗ്യാസിൻ്റെതായിട്ടുള്ളൂ. അന്നേരം അത് പരീക്ഷയ്ക്ക്
എപ്പോഴും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സിനോണും ഫ്ലൂറിനും കൂടെ തമ്മിൽ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ പറ്റി നമുക്ക് ആദ്യം പഠിക്കാം. 3 ടൈപ്പ് സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ഉണ്ട്. അതിന്റെ ഫോർമുല എങ്ങനെയാണ്? XeF2, XeF4 ആൻഡ് XeF6. 3 XeF2, XeF4 ആൻഡ് XeF6. എങ്ങനെയാണ് XeF2ന്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. സിനോൺ എക്സസ് ആയിട്ട് എടുക്കണം. Xe plus F2 gives XeF2 സോളിഡ്. XeF2 സോളിഡ് വരുന്നു. ഇതിന്റെ ടെമ്പറേച്ചർ 673 കെൽവിനാണ്. ഈ റിയാക്ഷൻ നടക്കേണ്ട ടെമ്പറേച്ചർ 673 കെൽവിനും 1 ബാർ പ്രഷറുമാണ്. അന്നേരം സിനോണും ഫ്ലൂറിനും കൂടെ കൂടിച്ചേർന്ന് XeF2 എന്ന സോളിഡ് കോമ്പൗണ്ട് ഉണ്ടായി. ഇനി അടുത്ത പ്രിപ്പറേഷൻ XeF4 ആണ്. XeF4ന് സിനോൺ 1 റേഷ്യോയിലും ഫ്ലൂറിൻ 5 റേഷ്യോയിലും എടുക്കണം. 1:5 റേഷ്യോയ്ക്കകത്ത് Xe plus 2F2 gives XeF4. XeF4 ഇത് ഈ റിയാക്ഷൻ നടക്കുന്നതിന് ആവശ്യമായ ടെമ്പറേച്ചർ 873 കെൽവിനും പ്രഷർ 7 ബാറുമാണ്. പ്രഷർ 7 ബാർ. കണ്ടീഷൻസ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കോമ്പൗണ്ടായ XeF6ന്റെ റിയാക്ടൻസ് വേണ്ടത് സിനോൺ 1:2 ഫ്ലൂറിൻ 20 റേഷ്യോയില് 1:20 റേഷ്യോയില് സിനോണും ഫ്ലൂറിനും കൂടെ കൂടി ചേർന്ന് XeF6 സോളിഡ് ഉണ്ടാകുന്നു. ഇവിടെ ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും കണ്ടീഷൻ എത്രയാണെന്ന് പറഞ്ഞാല് 573 കെൽവിനും 6 to 70 ബാർ പ്രഷറുമാണ് വേണ്ടത്. 6 to 70 ബാർ പ്രഷറും. ഓക്കെ, നേരം നമ്മള് ഇപ്പം കണ്ടത് XeF2, XeF4, XeF6 ഇത്രയും കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ട്രക്ചറും കൂടെ ഒന്ന് പഠിക്കാം. XeF2ന്റെ സ്ട്രക്ചർ നമ്മളിപ്പം കാണുവാണ്. Xe നടുക്ക്, Xeയുടെ ചുറ്റും ബലൂൺ പോലെ 3 സ്ട്രക്ചർ നിൽക്കുന്നുണ്ടോ? അത് ലോൺ പെയർ. സിനോണിൽ ലോൺ പെയർ ആണ് 3. 2 ബോൺ പെയർ, അതാണ് ഫ്ലൂറിൻ. XeFും XeF എന്ന് പറഞ്ഞാൽ അന്നേരം അത് ലീനിയർ ഷേപ്പാണ്. അതിന്റെ ഷേപ്പാണ് ലീനിയർ. അടുത്തത് XeF4. XeF4ന്റെ ഷേപ്പ് Xe നടുക്ക് 4F ചുറ്റും 2 ലോൺ പെയർ ആണ്. റെഡ് വെച്ച് കാണിച്ചിരുന്നത് 2 ലോൺ പെയർ. സിനോണിന്റെ 2 ലോൺ പെയർസ് ആണ്. ഇവിടെ നമുക്ക് പറയാം അതിന്റെ ഷേപ്പ് സ്ക്വയർ പ്ലെയിനാർ ആണ്. സ്ക്വയർ പ്ലെയിനാർ ഷേപ്പ് നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി അടുത്തത് XeF6. XeF6ന്റെ അതായത് സിനോണിന് ചുറ്റും 6 ഫ്ലൂറിൻ ആറ്റവും 1 ലോൺ പെയറും ഉണ്ട്. അന്നേരം ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 7 പെയർ ഇലക്ട്രോൺസും സിനോണും 6 ഫ്ലൂറിനും കൂടെ വരുമ്പോൾ അതിന്റെ ഷേപ്പാണ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. Sinon forms 3 binary fluorides XeF2, XeF4 and XeF6 by the direct reaction of elements. അന്നേരം നമ്മളിപ്പം കണ്ടത് XeF2, XeF4, XeF6ന്റെ സ്ട്രക്ചർ ആണ്. ഇവിടെ നമുക്ക് XeF6നെ XeF4ൽ നിന്നും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. XeF6ന്റെ സ്ട്രക്ചർ എന്താണ്? ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. XeF4നെ O2F2 കൊണ്ട് റിയാക്ട് ചെയ്യിക്കുന്നു. O2F2 എന്ന പറഞ്ഞ കോമ്പൗണ്ടിനെ കൊണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ XeF4 എന്തായി മാറുന്നു? XeF6 പ്ലസ് ഓക്സിജനായി മാറുന്നു. XeF4 പ്ലസ് O2F2 gives XeF6 പ്ലസ് O2. ടെമ്പറേച്ചർ, ഈ റിയാക്ഷൻ നടക്കേണ്ട ടെമ്പറേച്ചർ 143 കെൽവിനാണ് കേട്ടോ. റിയാക്ഷൻ 143 കെൽവിൻ. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സിനെ പറ്റിയാണ്. സിനോൺ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് 3 ടൈപ്പ്: XeF2, XeF4, XeF6. ഷേപ്പ് XeF2ന്റെ ലീനിയർ, XeF4 സ്ക്വയർ പ്ലെയിനാർ, XeF6 ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. നമുക്കൊന്നും കൂടെ ക്ലിയർ ആകാം.
XeF2 and XeF4 have linear and square planar structure. XeF2നും XeF4ന്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ലീനിയറും സ്ക്വയർ പ്ലെയിനർ സ്ട്രക്ചറും ആണെന്ന് BSEPR തിയറി അനുസരിച്ച് പറയുന്നത് കേട്ടോ. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി അനുസരിച്ച്. ഇനി XeF6 എത്ര ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് ചുറ്റും? Xe ചുറ്റും 7 ഇലക്ട്രോൺ പെയേഴ്സ്. ആരൊക്കെയാണ്? 6 ബോണ്ടിങ് പെയേഴ്സും ഒരു 1 ലോൺ പെയറുമാണ് Xeക്കുള്ളത്. 6 ഫ്ലൂറിനാറ്റം, അതാണ് ബോണ്ടിങ് 6 ബോണ്ട് പെയേഴ്സ് ആൻഡ് 1 ലോൺ പെയർ. അതുകൊണ്ടാണ് thus have a distorted octahedral structure. ഈ ഗ്യാസ് ഫേസ് ഇതിന്റെ ഗ്യാസ് ഫേസിന് ഒരു സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ ആണ്. കാരണം 7 ഇലക്ട്രോൺ പെയേഴ്സ് ഉള്ളത് കൊണ്ടാണ്. സിനോണിന് ചുറ്റും 7 ഇലക്ട്രോൺ പെയേഴ്സ് ഉള്ളത് കൊണ്ടാണ് അതിന് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ. അതായത് നിങ്ങൾ ഈ സ്ട്രക്ചർ വരച്ച് പഠിക്കണം. ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ ആണ് നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. നമുക്കൊന്നും കൂടെ ലീനിയർ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. സിനോണിന്റെ 2 ഇതായിട്ട് സൈഡിൽ ഇതായിട്ട് നമ്മുടെ ഫ്ലൂറിൻ 2 ആറ്റങ്ങൾ നിൽക്കുന്നു, മുകളിലും താഴെയും. അന്നേരം 2 ബോണ്ടിങ് ഇലക്ട്രോൺ പെയർ ആണുള്ളത് അവിടെ. അതുപോലെ 3 ലോൺ പെയർ ഉണ്ട്. 3 ലോൺ പെയേഴ്സ് സിനോണിന്റെ ചുറ്റും ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ നിൽക്കുക. ബോണ്ടിങ്ങിന് ആവശ്യമില്ല. ഫ്ലൂറിന് 2 ബോണ്ട് പെയർ ആയിട്ട് നിൽപ്പുണ്ട്. അവരുടെ ആ ഷേപ്പ് ഒരു നേർരേഖയാണ് നമ്മൾ കാണുന്നില്ല XeF2വിനകത്ത്. ആ ഷേപ്പിന് പറയുന്നത് ലീനിയർ ഷേപ്പ്. അടുത്ത XeF4ന്റെ ഷേപ്പ് പരിശോധിക്കുകയാണെങ്കിൽ സിനോണിന്റെ ചുറ്റും 4 ഫ്ലൂറിനാറ്റം. അതുകൊണ്ട് സ്ക്വയർ പ്ലെയിനർ. ഓർത്തിരിക്കുക, സ്ക്വയർ പ്ലെയിനർ. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയായിരുന്നു XeF6 XeF4നെ O2F2 കൊണ്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ XeF6 നമുക്ക് കിട്ടുന്നെന്ന് മനസ്സിലാക്കി. അന്നേരം XeF6ന്റെ 2 പ്രിപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് മനസ്സിലാക്കിയിരിക്കുക. XeF4 plus O2F2 gives XeF6 plus O2. ഈ കോമ്പൗണ്ട്സ് എല്ലാം കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഏത് കോമ്പൗണ്ട്സാ? സിനോണിന്റെ കോമ്പൗണ്ട്സ്, ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? XeF2, XeF4, XeF6. ഇതെല്ലാം കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് സബ്ലൈം റെഡിലി. പെട്ടെന്ന് അത് സബ്ലൈം ചെയ്യുന്നു അറ്റ് 298 Kelvin. ദേ ആർ പവർഫുൾ ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ്. ഓർത്തിരിക്കുക, സിനോയുടെ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് എല്ലാം ഫ്ലൂറിനേറ്റിംഗ് ഏജൻസ് ആണ്. ദേ ആർ റെഡിലി ഹൈഡ്രോളിസിസ്റ്റ്. പെട്ടെന്ന് ഹൈഡ്രോളിസിസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ XeF2വിനകത്തോട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യുവാണെങ്കിൽ XeF2 പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് സിനോൺ പ്ലസ് HF പ്ലസ് O2 ആയി മാറുന്നു. അന്നേരം ഈ സിനോൺ ഫ്ലൂറൈഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ സിനോണും ഹൈഡ്രജൻ ഫ്ലൂറൈഡും ഓക്സിജൻ ഗ്യാസുമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നെന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ റിയാക്ഷൻ ഓഫ് XeF2 ആണ് പഠിച്ചത്. ഏത് റിയാക്ഷൻ ആണ്? ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് സിനോണിന്റെ ഫ്ലൂറിൻ കോമ്പൗണ്ട്സ് ആണ്. ഇനി സിനോൺ ഓക്സിജനുമായിട്ടും കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. Hydrolysis of XeF4 and XeF6 with water gives XeO3, സിനോൺ ട്രയോക്സൈഡ്. ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. ഏത് കോമ്പൗണ്ടിനെ? സിനോൺ F4നെയും സിനോൺ F6നെയും ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് XeO3 ലഭിക്കുന്നു. XeF4 plus H2O gives സിനോൺ പ്ലസ് സിനോൺ ട്രയോക്സൈഡ് പ്ലസ് HF പ്ലസ് ഓക്സിജൻ. അതുപോലെ XeF6 plus 3H2O gives XeO3 plus 6HF. ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത് സിനോണിന്റെ ഫ്ലൂറിൻ കോമ്പൗണ്ട്സിനെ സിനോണിന്റെ ഓക്സിജൻ കോമ്പൗണ്ട്സ് ആക്കി മാറ്റാൻ സാധിക്കുന്നു. പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് XeF6 ഗീവ് ഓക്സിഫ്ലൂറൈഡ്സ്. XeF6നെ പാർഷ്യൽ ആയിട്ട് ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് XeOF4 ഉണ്ടാകുന്നു. XeOF4 നമ്മൾ നേരത്തെ പഠിച്ച ഏതായിരുന്നു? XeO3 ആയിരുന്നു. ഇവിടെ XeOF4. XeF6 plus H2O gives XeOF4 plus HF. അതുപോലെ തന്നെ XeF6നെ
പിന്നെയും ഹൈഡ്രോളിസിസ് +2H2O നടത്തുവാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് XeO2F2. XeO2F2 + 4HF. അന്നേരം നമ്മളിപ്പോൾ സിനോൺ ഓക്സിജൻ കോമ്പൗണ്ട് ആണ് കണ്ടത്. 3 ടൈപ്പ് സിനോൺ ഓക്സിജൻ കോമ്പൗണ്ട് കണ്ടു. ഒന്ന് XeO3, രണ്ടാമത്തതാണ് XeOF4, മൂന്നാമത്തത് XeO2F2. ഇനി XeO3 എന്ന് പറയുന്നത് ഒരു കളർലെസ് എക്സ്പ്ലോസീവ് സോളിഡ് ആണ്. കളർലെസ് എക്സ്പ്ലോസീവ് സോളിഡ്. XeO3യുടെ ഷേപ്പ് പിരമിഡൽ മോളിക്കുലാർ സ്ട്രക്ചർ ആണ്. പിരമിഡൽ മോളിക്കുലാർ സ്ട്രക്ചർ. XeOF4 എന്ന് പറയുന്നതും കളർലെസ് വോളറ്റൈൽ ലിക്വിഡ് ആണ്. കളർലെസ് വോളറ്റൈൽ ലിക്വിഡ് ആണ് XeOF4. സ്ക്വയർ പിരമിഡൽ മോളിക്കുലാർ സ്ട്രക്ചർ. സ്ക്വയർ പിരമിഡൽ ആണ് നമ്മുടെ XeOF4 എന്നുള്ളത്. ഓർത്തിരിക്കുക, സ്ട്രക്ചർ ചോദിച്ചാൽ XeO3ക്ക് പിരമിഡൽ സ്ട്രക്ചറും XeOF4ന് സ്ക്വയർ പിരമിഡൽ മോളിക്കുലാർ സ്ട്രക്ചറുമാണെന്ന് ഓർത്തിരിക്കുക. സിനോൺ ഓക്സിജൻ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ കണ്ടത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് XeO3യെ പറ്റി പഠിക്കാം. XeO3ക്കകത്ത് സിനോണിന്റെ തൊട്ടടുത്ത് സിനോണിന്റെ ലോൺ പെയർ ഉണ്ട്. അതുപോലെ ഓക്സിജനുമായിട്ട് 3 ഡബിൾ ബോണ്ട് ആണ്. പിരമിഡൽ ഷേപ്പ് ആണ് നമ്മളിപ്പം കാണുന്നത്. XeO3യുടെ പിരമിഡൽ ഷേപ്പ് XeO3. ഓക്കെ, XeO3 പിരമിഡൽ ഷേപ്പ്. XeOF4ന്റെ ഷേപ്പാണ് സ്ക്വയർ പിരമിഡൽ. നിങ്ങളിപ്പം കാണുക എന്താണ് സ്ക്വയർ പിരമിഡൽ. Xക്ക് 4 ചുറ്റും 4 ഫ്ലൂറിൻ നിൽക്കുന്നു. ഓക്സിജൻ മുകളിലായിട്ട് ഡബിൾ ബോണ്ടിലാണ് നിൽക്കുന്നത്. അതുപോലെ ഒരു ലോൺ പെയറുമുണ്ട് സ്ക്വയർ പിരമിഡൽ XeOF4ന്. ഓക്കെ, ഇപ്പൊ നിങ്ങള് സ്ക്വയർ പിരമിഡലിന്റെ ഷേപ്പും കണ്ടു, പിരമിഡലിന്റെ ഷേപ്പും കണ്ടു. ഇത് കാണാതെ പഠിക്കുക. ഈ 2 സ്ട്രക്ചേഴ്സ് നല്ലപോലെ വരച്ചു പഠിക്കണം. കാരണം നമുക്കറിയാം സിനോണിന് വളരെ കുറച്ച് കോമ്പൗണ്ട്സേ ഉള്ളൂ. ആ കോമ്പൗണ്ട്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വരച്ച് പഠിക്കുക. ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ട്സിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. XeF2 hydrolysis to give xenon, hydrogen fluoride and oxygen. Xenon fluorides react with the fluoride ions acceptase to form cationic species and fluoride ion donors to form fluoroanions. Xenon fluorides XeF2, XeF4, F6 ഒക്കെ നമ്മൾ കണ്ടല്ലേ. ആ കോമ്പൗണ്ട്സ് ഫ്ലൂറൈഡ് അയോണുമായിട്ട് റിയാക്ട് ചെയ്ത് കാറ്റിയോണിക് സ്പീഷ്യസും ഫ്ലൂറോ ആനിയോൺസ് ഒക്കെ ആയിട്ട് മാറുന്നു. സിനോൺ ഓക്സിജൻ കോമ്പൗണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കോമ്പൗണ്ട്സ് ഹൈഡ്രോളിസിസ് ഓഫ് XeF4 ആൻഡ് XeF6 വിത്ത് വാട്ടർ ഗീവ്സ് XeO3. സിനോൺ ഓക്സിജൻ കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. XeO3 എങ്ങനെയാണ് ഉണ്ടാകുന്നത്? XeF4നെയും XeF6നെയും ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴാണ് XeO3 ഉണ്ടാകുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് സിനോണിന്റെ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് അല്ലെ. ഇനി എന്താണ് ഈ നോബിൾ ഗ്യാസിന്റെ യൂസസ്? നോബിൾ ഗ്യാസ് ആദ്യം തുടങ്ങുന്ന ആരാണ്? ഹീലിയം അല്ലെ. ഹീലിയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഹീലിയം ഈസ് എ നോൺ ഇൻഫ്ലേമബിൾ ആൻഡ് ലൈറ്റ് ഗ്യാസ്. ഹെൻസ് it is used in filling balloons for meteorological observation. അതായത് കാലാവസ്ഥാ പഠനത്തിനൊക്കെ വേണ്ടി നമ്മുടെ ഹീലിയം ബലൂണിനെയൊക്കെ ഉപയോഗിക്കുന്നു. ചിപ്പൊക്കെ വെച്ച് പണ്ടത്തെ കാലത്ത് കാലാവസ്ഥാ പഠനത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഹീലിയം. അത് അതിന്റെ പ്രത്യേകത ഹീലിയം നോൺ ഇൻഫ്ലേമബിൾ ആൻഡ് ലൈറ്റ് ഗ്യാസ് ആണ്. അതുപോലെ ഹീലിയം യൂസ് ടു പ്രൊഡ്യൂസ് ആൻഡ് സസ്റ്റെയിൻ പവർഫുൾ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ്. ഈ NMR സ്പെക്ട്രോസ്കോപ്പി, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോമീറ്റേഴ്സിലും മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്ങിലും MRI-യിലൊക്കെ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ് ആയിട്ട് നമ്മുടെ ഹീലിയത്തെ ഉപയോഗിക്കുന്നു. ഹീലിയം സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റിലെ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഡയാമാഗ്നറ്റിക്. അതുപോലെ ഹീലിയം
ഗ്യാസ് കൂൾഡ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉപയോഗിക്കുന്നു. ഹീലിയം ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഗ്യാസ് കൂൾഡ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. നിങ്ങൾക്കറിയാം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ അവിടെ ഹീലിയം ഉപയോഗിക്കുന്നുണ്ട്. ലിക്വിഡ് ഹീലിയത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ലിക്വിഡ് ഹീലിയം ബോയിലിംഗ് പോയിന്റ് 4.2 കെൽവിനാണ്. ഈ ലിക്വിഡ് ഹീലിയം find use as cryogenic agent for carrying out various experiments at low temperatures. ലിക്വിഡ് ഹീലിയത്തെ ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ക്രയോജനിക് ഏജന്റ് ഫോർ ക്യാരിങ് ഔട്ട് വേരിയസ് എക്സ്പെരിമെന്റ്സ് അറ്റ് എ ലോ ടെമ്പറേച്ചറിനകത്ത്. കാരണം നമുക്കറിയാം ലിക്വിഡ് ഹീലിയത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 4.2 കെൽവിനാണ്. എന്താണ് ക്രയോജനിക്സ്? ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രൊഡക്ഷൻ ആൻഡ് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽ അറ്റ് എ വെരി ലോ ടെമ്പറേച്ചേഴ്സ്. പ്രൊഡക്ഷൻ ആൻഡ് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ് അറ്റ് എ വെരി ലോ ടെമ്പറേച്ചേഴ്സ്. വെരി ലോ ടെമ്പറേച്ചേഴ്സിൽ നടക്കുന്നതാണ് ക്രയോജനിക്. ആ ക്രയോജനിക് എക്സ്പെരിമെന്റ്സിലൊക്കെ ലിക്വിഡ് ഹീലിയം ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹീലിയത്തിന്റെ ഉപയോഗങ്ങളാണ് കേട്ടോ. ഈ ഹീലിയത്തിന് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട്. ഹീലിയം ഈസ് യൂസ്ഡ് ഫോർ ഡൈല്യൂട്ടന്റ് ഫോർ ഓക്സിജൻ ഇൻ മോഡേൺ ഡൈവിംഗ് അപ്പാരറ്റസ്. മുങ്ങൽ വിദഗ്ധരൊക്കെ ഉപയോഗിക്കുന്ന ഡൈവിംഗ് അപ്പാരറ്റസിനകത്ത് ഹീലിയം ഉപയോഗിക്കുന്നു. ഓക്സിജന്റെ കൂടെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഹീലിയം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇറ്റ് ഈസ് വെരി ലോ സോൾബിലിറ്റി ഇൻ ബ്ലഡ്. അതുകൊണ്ട് ബെൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹീലിയം. പണ്ടത്തെ കാലത്ത് നൈട്രജൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഹീലിയമാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിന്റെ ലോ സോൾബിലിറ്റി ഇൻ ബ്ലഡ്. ഓർത്തിരിക്കെ ഡൈവിംഗ് അപ്പാരറ്റസിനകത്ത് ഹീലിയം ഉപയോഗിക്കുന്നു. അടുത്ത എലമെന്റായ നിയോൺ. നിയോൺ is used in discharge tubes and fluorescent bulbs for advertisement display purpose. അഡ്വർടൈസ്മെന്റിന്റെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, പരസ്യ ബോർഡുകളൊക്കെ, അതിലൊക്കെ ഉപയോഗിക്കുന്ന നിയോൺ. ഡിസ്ചാർജ് ട്യൂബ്, ഫ്ലൂറസെന്റ് ബൾബ് ഒക്കെ ആയിട്ട്. സിനോൺ ആൻഡ് ക്രിപ്റ്റോൺ ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് ബൾബ്സ്. സിനോണും ക്രിപ്റ്റോണും ഒക്കെ ലൈറ്റ് ബൾബ്സിനകത്ത് ഉപയോഗിക്കുന്നു. ഡിസൈൻ ഫോർ സ്പെഷ്യൽ പർപ്പസ്. നല്ല കളറുള്ള നല്ല ലൈറ്റുകളായിട്ടൊക്കെ ഉപയോഗിക്കുന്നു നമ്മുടെ നോബിൾ ഗ്യാസിന്. അതുപോലെ ആർഗൺ ഈ വെൽഡിംഗ് ഓഫ് മെറ്റൽസ് ഓർ അലോയ്സിനൊക്കെ ഉപയോഗിക്കുന്നു. ആർഗൺ ഈസ് യൂസ്ഡ് മെയിൻലി ടു പ്രൊവൈഡ് ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഇൻ ഹൈ ടെമ്പറേച്ചർ മെറ്റലർജിക്കൽ പ്രോസസ്. അതായത് ആർക്ക് വെൽഡിംഗ് ഓഫ് മെറ്റൽസ് ഓർ അലോയ്സ് ആൻഡ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രിക് ബൾബ്സ്. ഇലക്ട്രിക് ബൾബ്സിലും ഉപയോഗിക്കുന്നുണ്ട് ആർഗൺ. ഇതിന് മെയിൻ ആയിട്ടുള്ള ഉപയോഗം ഓർത്തിരിക്കുക. ഇറ്റ് പ്രൊവൈഡ് ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഇൻ ഹൈ ടെമ്പറേച്ചർ മെറ്റലർജിക്കൽ പ്രോസസ്. Argon also used in the laboratory for handling substances that are air sensitive. എയർ സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടത് നമ്മുടെ നോബിൾ ഗ്യാസിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് 18 എലിമെന്റ്സിന്റെ യൂസസ് ആണ്. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാതെ, ഹീലിയം ഫിൽ വെതർ ബലൂൺസ്, കാലാവസ്ഥാ പഠനത്തിനൊക്കെ ഉപയോഗിക്കുന്നു. എയർഷിപ്സ്, എയർക്രാഫ്റ്റ്, ലൈറ്റർ ദാൻ എയർ ഡസ് നോട്ട് ബേൺ. ഹീലിയത്തിന്റെ പ്രത്യേകത ലൈറ്റർ ദാൻ എയർ, ഓർത്തിരിക്കുക, ഡസ് നോട്ട് ബേൺ. ആർഗൺ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ബൾബ്സിൽ ഉപയോഗിക്കുന്നു. പ്രൊവൈഡ് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ആൻഡ് പ്രൊട്ടക്ട് ഫിലമെന്റ് ഫ്രം ഓക്സിഡേഷൻ ഇൻ എയർ. നിയോൺ ആണെങ്കിൽ നിയോൺ ആസ് ഇലക്ട്രിക് കറന്റ് പാസ് ത്രൂ നിയോൺ ഗ്യാസ് ടു ഗീവ് ഓറഞ്ച് റെഡ് ഗ്ലോ ഉണ്ടാകുന്നു ലൈറ്റിലൊക്കെ. ക്രിപ്റ്റൺ ഫ്ലൂറസെന്റ് ലൈറ്റ് ബൾബ്സ്, എല്ലാം ബൾബിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സിനോൺ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഇലക്ട്രോൺ ട്യൂബ്സ്. Radon, small amount of radon are sometimes used by hospital to treat some forms of cancer. റഡോൺ നിർമ്മിച്ചിരിക്കുന്ന റേഡിയത്തിൽ നിന്നല്ലേ, അന്നേരം ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി റഡോൺ ഉപയോഗിക്കുന്നു. ഇത്രയും ഇലമെന്റ്സ്. ഏതൊക്കെ ഇലമെന്റ്സ് ആയിരുന്നു നമ്മൾ ഗ്രൂപ്പ് 18 പഠിച്ചത്? ഹീലിയം, ആർഗൺ, നിയോൺ, ക്രിപ്റ്റൺ, സിനോൺ, റഡോൺ. ഇത്രയും ഇലമെന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതിന്റെ യൂസസ് ആണ് നമ്മളിപ്പം കണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് 18 എലിമെന്റ്സിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട്. ഇനി NCERT ടെക്സ്റ്റ്, ഈ ഭാഗം സൂചിപ്പിക്കുന്ന NCERT ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ.
ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.